ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. പ്രൊഡക്റ്റിന്റെ പേര് GP സർഫേസ് പ്രൊട്ടക്ട്. പേര് പറയുന്ന പോലെ തന്നെ സർഫേസ് പ്രൊട്ടക്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് GP സർഫേസ് പ്രൊട്ടക്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യമാണ് ഇതിനെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇതൊരു മൾട്ടി പർപ്പസ് പ്രൊട്ടക്ട് ആണ്. മൾട്ടി പർപ്പസ് ഒരു പ്രൊട്ടക്ഷൻ ഫോർമുലയാണെന്ന് തന്നെ പറയാം. എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഒന്ന്, നമ്മളുടെ ബേസ്മെന്റ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. അതായത് നമ്മളൊരു വീടിന് തറ കെട്ടിയിട്ടാകുമ്പോൾ ആ വീടിന്റെ ഫൗണ്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വിറ്റമിൻ ബേസ്ഡ് ആണ്, ഓയിൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 കോട്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എൻഷുർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രതലം നല്ല നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഒരു ഡ്രോപ്പ് പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഓയിൽ ബേസ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം വെറ്റായി കിടക്കുന്ന ഏരിയയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പർപ്പസ് ബേസ്മെന്റ് പ്രൊട്ടക്ഷൻ. ഇനി ബേസ്മെന്റ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നമ്മൾ GP സർഫേസ് പ്രൊട്ടക്ട് കൊണ്ട് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുമില്ല, നമ്മുടെ പ്രതലം, അതായത് നമ്മളൊരു വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടിയതിനു ശേഷം അതിൽ മണ്ണ് ഇടുന്നതിന് മുന്നേ ഈ പെർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് വൃത്തിയാക്കുക. ബേസ്മെന്റ് നമ്മൾ വെച്ച് കെട്ടിയ കല്ലും അതിന്റെ മേലെ ഇൻ കേസ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രഷർ വാഷർ ചെയ്ത് വൃത്തിയാക്കി അതിന്റെ ചെറിയ ചെറിയ ഗ്യാപ്സ് ഒക്കെ നമ്മൾ സിമെന്റ് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആവാൻ വിടുക. ആ ഡ്രൈ ആവാൻ വിട്ടതിന് ശേഷം കംപ്ലീറ്റ് ഡ്രൈ ആയി എന്ന് എൻഷുർ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോട്ട് നല്ല ടൈറ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 4 hours ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത കോട്ട് ടൈറ്റ് ആയി കൊടുക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ഫോം ചെയ്യും. ആ മെംബ്രെയിൻ അതിലേക്ക് പിന്നീട് വെള്ളം അബ്സോർബ് ചെയ്യാൻ വിടില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ബേസ്മെന്റ് പ്രൊട്ടക്ഷന് യൂസ് ചെയ്യാൻ ഈ GP സർഫേസ് പ്രൊട്ടക്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല. ഇനി നമുക്ക് സെക്കൻഡ് പർപ്പസ് എന്താണ്? സെക്കൻഡ് പർപ്പസ് നമുക്കിത് മെറ്റൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. നമ്മളിപ്പോ GI ഷീറ്റിന്റെ മേലെ നമുക്ക് ഒരു ബ്ലാക്ക് പെയിന്റ്, ഇനാമൽ പെയിന്റ് അടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എപ്പോക്സി പെയിന്റ് അടിക്കുന്നതിന് പകരം നമുക്ക് ഷീറ്റിന്റെ മേലെ എല്ലാ അയൺ കമ്പിന്റെ മേല വാട്ടെവർ നമ്മൾ എന്ത് മെറ്റൽ സർഫേസിന്റെ മേലെയും നമുക്ക് ഈ പറയുന്ന GP സർഫേസ് പ്രൊട്ടക്ട് യൂസ് ചെയ്യാം. 2 കോട്ട് അപ്ലിക്കേഷൻ ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഏരിയ കവറേജ് കിട്ടും. നമുക്ക് നല്ല ഏരിയ കവറേജ് കിട്ടും. പിന്നെ റെസ്റ്റ് ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഒരു കാറ് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിന്റെ അണ്ടർ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. മിനിമം നമുക്കൊരു 5 years ലൈഫ് കിട്ടും. അണ്ടർ കോട്ട് ചെയ്യാൻ നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് ഡ്രൈ ആയിരിക്കണം. ചെയ്യുന്ന ഏരിയ നല്ല നീറ്റാക്കി കഴുകി വൃത്തിയാക്കി അതിനുശേഷം 2 കോട്ട് അപ്ലിക്കേഷൻ. ഇനി സ്പ്രേയിൽ വേണമെങ്കിൽ നമുക്ക് സ്പ്രേയിലും ചെയ്യാം. നല്ല തിക്കായിരിക്കും. അപ്പൊ തിക്ക് നമ്മൾ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തിന്നർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെർപ്പന്റ് യൂസ് ചെയ്യാം. എന്നിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ വേണമെങ്കിൽ സ്പ്രേയിലും ചെയ്യാം. ഇപ്പൊ കാറൊക്കെ അണ്ടർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അണ്ടർ കോട്ടും ചെയ്യാം, നല്ല ലൈഫും കിട്ടും. കാരണം വിറ്റമിൻ ബേസ് ആയതുകൊണ്ട് നല്ലോണം എലോങ്ങേഷൻ കിട്ടും പ്രൊഡക്റ്റിന്. അപ്പം ഇത് സെക്കൻഡ് പർപ്പസ്. ഇനി ഇതിന്റെ തേർഡ് പർപ്പസ് എന്താണ്? തേർഡ് പർപ്പസ് മെയിൻലി നമുക്ക് യൂസ് ആവുന്ന ഇന്റീരിയർ വർക്ക്സ്, അതായത് നമ്മളെ വുഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. നമ്മളെ വുഡ് പ്രൊട്ടക്ട് ചെയ്യാം. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? നമുക്ക് പ്ലൈവുഡിന്റെ ബാക്ക് സൈഡ്, ചുമരിനോട് ചേർക്കുന്ന ഡാംനെസ് വരാൻ ചാൻസസ് ഉള്ള ഏരിയയിലേക്ക് നമുക്ക് പ്ലൈവുഡിന്റെ ബാക്ക് സൈഡ് 2 കോട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരു വീടിന് നമ്മുടെ തറ കെട്ടിയതിന് ശേഷം അതിന്റെ മേലേക്ക് നമ്മൾ കട്ട്ള, ജനലൊക്കെ വുഡിന്റെ വെക്കുന്നുണ്ടെങ്കിൽ അതും ചുറ്റും 2 കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വുഡിനും ഭാവിയിൽ ചെതലെടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിനൊരു മെംബ്രെയിൻ ഫോം ചെയ്യും ചുറ്റോടും. അപ്പം GP സർഫേസ് പ്രൊട്ടക്റ്റിനെ കൊണ്ട് നമുക്ക് മൾട്ടി പർപ്പസ് യൂസേജ് ആണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസ്മെന്റ് വാട്ടർ പ്രൂഫിംഗ് യൂസ് ചെയ്യാം. 2, നമുക്ക് മെറ്റൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. 3, നമുക്ക് ഈ പറയുന്ന ഇന്റീരിയർ പർപ്പസ്, അതായത് ഇന്റീരിയർ വർക്ക്സ്, പ്ലൈവുഡ് വർക്ക്സ്, അതേപോലെ വുഡ് റിലേറ്റഡ് വർക്ക്സ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ ഇത് ഏരിയ കുറെ കിട്ടും. നമുക്ക് ഈ പറയുന്ന ഈ പ്രൊഡക്റ്റിന്റെ മെയിൻ, നമ്മളൊരു പെയിന്റ് വെച്ചിട്ട് ഒരു ബ്ലാക്ക് പെയിന്റ്, മാറ്റ് ഫിനിഷ്, സെമി മാറ്റ് ഫിനിഷിലെ ഒരു ബ്ലാക്ക് പെയിന്റ് ആണ് നമ്മൾ വീട്ടിന്റെ മെറ്റലിനൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, വീട്ടിന്റെ ജനാലകൾക്കെല്ലാം അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. കാരണം നമുക്ക് പെയിന്റിനെക്കാളും നമുക്ക് ഒരുപാട് ഏരിയ കവറേജ് കിട്ടും. അതേപോലെ തന്നെ റെസ്റ്റ് ഷീൽഡ് പോലെ നല്ല ഒരു റെസ്റ്റ് പ്രൂഫ് ആയിട്ട് ആക്ടും ചെയ്യും. ഇതാണ് ഈ GP സർഫേസ് പ്രൊട്ടക്ട് എന്നുള്ള നമ്മുടെ പ്രൊഡക്റ്റ്.